ഡിയേഴ്സ്, വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. അനറ്റമിക്സ് ആണ്. അപ്പം നമ്മുടെ 9th യൂണിറ്റ് ആയ ഇന്ത്യയിലൂടെ ത്രൂ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമുക്കറിയാം ടോട്ടൽ 28 സ്റ്റേറ്റ് ഉണ്ട്, 28 സംസ്ഥാനങ്ങളുണ്ട്. അതിൽ തന്നെ പുതിയതായിട്ട് നമ്മുടെ തെലുങ്കാന വന്നിട്ടുണ്ട്. അതേസമയം നമ്മുടെ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേറ്റിന്റെ പദവി നഷ്ടപ്പെട്ടിട്ട് കേന്ദ്രഭരണ പ്രദേശം, അതായത് യൂണിയൻ ടെറിട്ടറി ആയി മാറി. അങ്ങനെ ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിൽ ഇപ്പോഴും 28 സ്റ്റേറ്റ് സംസ്ഥാനങ്ങളുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട 4 സംസ്ഥാനങ്ങളെ പറ്റിയും അതിൻ്റെ കുറേ പ്രത്യേകതകളുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം മക്കളെല്ലാവരും ഇങ്ങോട്ട് നോക്കി. ഇവിടെ ഇതാണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കി പറഞ്ഞ്, ഈ ഇന്ത്യയുടെ ഭൂപടത്തിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി കാണുന്ന സംസ്ഥാനം ഏതാണ്, വടക്ക് ഭാഗത്തായി കാണുന്ന സംസ്ഥാനം ഏതാണ്, കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമായി കാണുന്ന സംസ്ഥാനം ഏതാണ് എന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. അപ്പം നമുക്ക് വൺ ബൈ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്ത് പഠിക്കാം? അരുണാചൽ പ്രദേശിന്റെ പ്രത്യേകത പഠിക്കാം. അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് ഏത് ദിശയിലാണ് കാണുന്നത്, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്? നമുക്ക് വായിച്ചു നോക്കാം കേട്ടോ. ആദ്യം മക്കൾ പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ്, അതായത് ദ സ്റ്റേറ്റ് അറ്റ് ദി ഈസ്റ്റേൺ എൻഡ് ഓഫ് ഇന്ത്യ. അപ്പൊ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണടാ? അരുണാചൽ പ്രദേശിലാണ്. അതായത് ബിഗ്ഗസ്റ്റ് ബുദ്ധവിഹാര ഈസ് സിറ്റുവേറ്റഡ് ഇൻ അരുണാചൽ പ്രദേശ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം, അതിന്റെ തലസ്ഥാനം ഏതാണ്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റാനഗർ ആണ് കേട്ടോ. അതും പഠിച്ചു വെക്കുക. പിന്നെ അരുണാചൽ പ്രദേശിനെ പറ്റി പറയുമ്പോഴേക്കും നമുക്ക് മൈൻഡിലേക്ക് ആദ്യം വരുന്ന ഒരു പോയിന്റ് ആണ്, ഇറ്റ് ഈസ് ദ പാരഡൈസ് ഓഫ് ഓർക്കിഡ്സ്. അതായത് ഓർക്കിഡുകളുടെ പറുദീസയാണ് നമ്മുടെ ഈ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്ഥലം. അതിന്റെ കൂടെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ മൃഗം, ആനിമൽ ഏതാന്ന് ചോദിച്ചാൽ മക്കൾ പറയടാം, വൈൽഡ് ബഫല്ലോ. അതിനെ നമ്മൾ മിഥുൻ എന്നും വിളിക്കും. മിഥുനാണ് നമ്മുടെ അരുണാചലുകാരുടെ പ്രിയപ്പെട്ട മൃഗം. ഇനി അവിടുത്തെ ഭാഷ അല്ലെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് എങ്ങനെയാണ്? ഓരോന്നായിട്ട് മാത്രം നമുക്ക് പറയാൻ സാധിക്കില്ല. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളെ നമുക്ക് അരുണാചൽ പ്രദേശിൽ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പൊ അരുണാചൽ പ്രദേശിന്റെ പോയിന്റ്സ് എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെടാ? ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ്, ഈസ്റ്റേൺ എൻഡ് ഓഫ് ദി ഇന്ത്യ ആണ്. പിന്നെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ബുദ്ധവിഹാര, അതായത് ബിഗ്ഗസ്റ്റ് ബുദ്ധവിഹാര സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ ഏതാണ്? തലസ്ഥാനം ഇറ്റാനഗറാണ്. ഓർക്കിഡുകളുടെ പറുദീസ, പാരഡൈസ് ഓഫ് ഓർക്കിഡ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അടുത്തതാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. ഗുജറാത്ത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? ഈസ്റ്റ് ഭാഗത്താണോ? അല്ല, നേരെ പടിഞ്ഞാറ് ഭാഗത്ത്, വെസ്റ്റ് ഭാഗത്താണ് നമ്മുടെ ഗുജറാത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പഠിച്ചിരിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനമാണ്, അതായത് വെസ്റ്റേൺ എൻഡ് ഓഫ് ഇന്ത്യ എവിടെയാണ്, ഏതാണ്? നമ്മുടെ ഗുജറാത്ത് ആണ് കേട്ടോ. പിന്നെ ഈ ഗുജറാത്ത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ട വേറൊരു പോയിന്റ് ആണ് നമ്മുടെ മഹാത്മാഗാന്ധി അല്ലേ. മഹാത്മാഗാന്ധി ജനിച്ച പോർബന്ദർ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണുള്ളത്? നമ്മുടെ ഗുജറാത്തിലാണ്. ഇനി ഗുജറാത്തിന്റെ തനത് കലാരൂപം ഏതാന്ന് ചോദിച്ചാൽ മക്കൾ പറയണം, ഗർബ ഡാൻസ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ വേറെ ഒരു പോയിന്റ് കൂടി ഓർത്തിരിക്കണം, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനവും ഏതാണ്? ഗുജറാത്താണ്. ഗുജറാത്ത് ഹാസ് എ ലോങ്സ്റ്റ് കോസ്റ്റ് ഓൾ ദി ഇന്ത്യൻ സ്റ്റേറ്റ്. ഏറ്റവും കൂടുതൽ കടൽ തീരങ്ങളുള്ളതും നമ്മുടെ ഗുജറാത്തിലാണ് കേട്ടോ. ഇനി ഏതാണ് അവിടുത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഷ? നമ്മുടെ ഗുജറാത്തിയാണ്. തലസ്ഥാനം എന്ന് പറയുന്നത് ഗാന്ധി നഗറാണ്. അപ്പൊ ക്യാപിറ്റൽ ഓഫ് ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ ഗാന്ധി നഗറും ഏതാണ്? ലാംഗ്വേജ് ഗുജറാത്തിയുമാണ്. അപ്പൊ നമ്മൾ അരുണാചൽ പ്രദേശും ഗുജറാത്തിനെ പറ്റിയുമായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ് പഠിച്ചു. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ജമ്മു കാശ്മീർ നോക്കാം. ജമ്മു കാശ്മീർ നമുക്കറിയാം ഇപ്പോഴെന്താണ്, ഒരു സംസ്ഥാനമല്ല, നേരെ മറിച്ച് ഒരു യൂണിയൻ ടെറിട്ടറി ആണെന്ന് നമുക്കറിയാം അല്ലേ. അതുകൊണ്ട് തന്നെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം എന്ന് നമുക്കതിനെ പറയാൻ വേണ്ടി സാധിക്കില്ല. ഇതെന്താണ്? നമ്മുടെ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ആദ്യം ഒരു സംസ്ഥാനമായിരുന്നു. ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു നോളജ് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനമായിട്ട് ഇപ്പൊ ജമ്മു കാശ്മീർ അല്ല. ഇനി വേറെ പ്രത്യേകതകളുണ്ട്, അതൊക്കെ നമുക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. എന്താണ്? മലകളുടെയും തടാകങ്ങളുടെയും നദികളുടെയും നാടാണ് നമ്മുടെ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്. എന്തിന്റെ ഒക്കെയാണിടാ? ജമ്മു കാശ്മീർ ഈസ് ദ ലാൻഡ് ഓഫ് മൗണ്ടെയിൻ, ലേക്ക് ആൻഡ് റിവേഴ്സ് ആണ്. ഇനി
ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാന്ന് കൂട്ടുകാർക്ക് അറിയാവോ? അതിന്റെ പേരാണെടാ വൂളാർ. ഈ വൂളാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണ്. അപ്പം ദ വൂളാർ, ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഓഫ് ഇന്ത്യ, ഈസ് സിറ്റുവേറ്റഡ് ഇൻ ശ്രീനഗർ. ഇനി അടുത്തത് ഏറ്റവും വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധാൽ തടാകം. അതും എവിടെയാണിടാ? നമ്മുടെ ജമ്മു കാശ്മീരിൽ തന്നെയാണ്. ഏതൊക്കെയാണ് മുഖ്യ ഭാഷകള്? ഏതൊക്കെയാണ്? ഉറുദു ഉപയോഗിക്കുന്നുണ്ട്. കശ്മീരി എന്താണ്? അതും മുഖ്യ ഭാഷയാണ്. അപ്പോൾ ഏതാണ്? ഉറുദു ആൻഡ് കാശ്മീരി ആർ ദി മേജർ ലാംഗ്വേജസ് ആണ്. പിന്നെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ നമുക്ക് നോക്കണം. ഏതൊക്കെയാണ്? ഹഫീസ, ബച്ച, നാഗ്മ, റഫ് എന്നിവ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ്. അപ്പൊ ഇവിടെ എഴുതിയാൽ മതി കേട്ടോ. ഇതാണ് റഫ്. ഇനിയുള്ളത് അടുത്തത് പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ജമ്മു കാശ്മീരിന് 2 തലസ്ഥാനങ്ങളുണ്ട്, 2 ക്യാപിറ്റൽ ഉണ്ട്. അതിന്റെ സീസണൽ ചേഞ്ച് വെച്ചിട്ട്, അതായത് വിന്റർ സീസണും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നമുക്കറിയാം സമ്മർ സീസണും ഉണ്ട്. അപ്പം വിന്റർ സീസണിൽ നമ്മുടെ ജമ്മു കാശ്മീർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഏതാണെടാ? നമ്മുടെ ജമ്മു ആണ് കേട്ടോ. ശൈത്യകാലത്ത് തലസ്ഥാനം എന്ന് പറയുന്നത് ജമ്മുവും വേനൽക്കാലത്ത് തലസ്ഥാനം എന്ന് പറയുന്നത് ശ്രീനഗറുമാണ്. അപ്പൊ ഇതും കൂട്ടുകാർ ഓർത്തിരിക്കുക. കാശ്മീർ two capital. The winter capital is Jammu and the summer capital is ശ്രീനഗർ. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പോകുന്ന നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തമിഴ്നാടാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തോടൊത്ത് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പൊ തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്താണുള്ളത്? തെക്കേ ഭാഗത്താണ്, തെക്കേ അറ്റത്തെ സംസ്ഥാനമാണ്. അതായത് സൗത്തേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാടാണ്. പ്രധാന ഭാഷ ഏതാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഏതാണ്? തമിഴാണ് അല്ലേ? തമിഴാണ് ഏറ്റവും അവിടെയുള്ള പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത്. നമ്മുടെ അയൽ സംസ്ഥാനമാണ്. അതുമാത്രമല്ല നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് എന്താണ്? കഥകളി രൂപപ്പെട്ട നാടാണ് നമ്മുടെ കേരളം. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ രൂപപ്പെട്ട ഒരു ആർട്ട്, ഒരു കലാരൂപമാണ് നമ്മുടെ ഭരതനാട്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഏതാണ്? ക്യാപിറ്റൽ ഏതാണിടാ? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ചെന്നൈ ആണ് തലസ്ഥാനം. യെസ്, ദിസ് ക്യാപിറ്റൽ ഈസ് ചെന്നൈ. പിന്നെ നമുക്കറിയാം ഈ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം കാഞ്ചീപുരം സാരി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ പട്ടുവസ്ത്രത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാഞ്ചീപുരം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? അല്ലെങ്കിൽ കാഞ്ചീപുരം എവിടെയാണുള്ളത്? തമിഴ്നാട്ടിലാണുള്ളത് കേട്ടോ. അപ്പൊ തമിഴ്നാടിനെ പറ്റിയും ഗുജറാത്തിനെ പറ്റിയും ജമ്മു കാശ്മീരിനെ പറ്റിയും അരുണാചൽ പ്രദേശിനെ പറ്റിയും ഒക്കെ കുറേ പോയിന്റ് നമ്മൾ പഠിച്ചില്ലേ? ഇനിയും ഇഷ്ടം പോലെ സംസ്ഥാനങ്ങളും അവയുടെ സവിശേഷതകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അവയുടെ ഓരോന്നിൻ്റെയും ക്യാപിറ്റൽസും ഒക്കെ പഠിക്കാനുണ്ട്. ഇതുകൂടാതെ നമ്മുടെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 8 യൂണിയൻ ടെറിട്ടറീസും അതിന്റെ ക്യാപിറ്റൽസും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് മിസ്സിന് അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.